മല്ലികേ, ഇടേ മല്ലികേ. എന്താ അച്ഛാ കയ്യിൽ? മോളെ, ഇത് ചില പ്രത്യേകതകളുള്ള ഒരു പഞ്ചവർണ്ണ കിളിയാ. ശരിയാ, നല്ല ഭംഗിയുള്ള പക്ഷി. അത് മാത്രമല്ല, ഈ പക്ഷി 7 ഭാഷകളിൽ സംസാരിക്കും. മോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. നിന്റെ പേരെന്താ? ചിന്നക്കിളി. ഹായ്, സംസാരിക്കുന്നു. ഈ കിളിയെ എനിക്ക് തരുമോ? അതിനെന്താ, മോൾക്ക് തന്നെയാ അച്ഛൻ കൊണ്ടുവന്നത്. അല്ല, നീ പക്ഷി പിടുത്തവും തുടങ്ങിയോടാ? ഇതെന്റെ ഒരു സുഹൃത്ത് തന്നാണ് അച്ഛാ. മുത്തച്ഛ, ഈ കിളി സംസാരിക്കും. ചിന്നക്കിളി, ചിന്നക്കിളി. കൊള്ളാലോ മോളെ. ആഹാ, ചിക്കൻ സൂപ്പറായിട്ടുണ്ടല്ലോ. അയ്യോ മുതലാളി, അത് ചിക്കനല്ല, നല്ല ഒന്നാന്തരം കിളിയിറച്ചിയാ. കിളിയിറച്ചിയോ? അതെ മുതലാളി, നേരത്തെ ഉമ്മറത്തൂന്ന് കിട്ടിയതാ. ഞാൻ അതിനെ എടുത്ത് പൊരിച്ചു. ഈശ്വര, എന്റെ പഞ്ചവർണ്ണ കിളി. എടാ, അത് 7 ഭാഷകൾ സംസാരിക്കുന്ന മിടുക്കൻ പക്ഷിയായിരുന്നു. അത് കാണാം മുതലാളി. എന്നിട്ട് ഞാൻ അതിനെ എണ്ണയിലിട്ട് പൊരിച്ചപ്പോ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. ആരാണ്? ആരാണ് നീ? പറയില്ലേ? ഇരിക്ക, ആ കളത്തിലിരിക്കാൻ. എന്താ വേലു, പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അയ്യോ, എന്താ, എന്തു പറ്റി? കരണ്ട് പോയി തോന്നുന്നത് അല്ലേ? ഓ, ഇവനെ കൊണ്ട് തോറ്റു. കരണ്ട് ഇനി വരുന്ന കാര്യം സംശയമാ. എല്ലാവരും പോയി കിടന്നോളൂ. ആരാ അത്? ഞാനാ മുത്തശ്ശ, വേലു. നീ എന്താ ഇവിടെ? എനിക്കറിയാം, യക്ഷിയുടെ സിനിമ കണ്ടിട്ട് മുത്തശ്ശന് പേടിയുണ്ടെന്ന്. മുത്തശ്ശന് തനിച്ച് കിടന്ന് പേടിക്കണ്ട എന്ന് കരുതി. അതുകൊണ്ടാ ഞാൻ. നന്നായി, നീ തനിച്ച് കിടന്ന നാളെ നിനക്ക് തന്നെ പണിയായിന്ന് വരും. പിന്നെ എന്തു പറഞ്ഞാലും കിളവിന് കിന്നാരം. കുഴിയിലേക്ക് കാലും നീട്ടി വെച്ചിട്ടും ഇതിനെ കാലം കാണുന്നില്ലല്ലോ ദൈവമേ. എന്താടാ? അല്ല, മുത്തശ്ശന്റെ ഒരു ധൈര്യം എന്ന് പറയുകയായിരുന്നു. ബോസ് പറഞ്ഞ കുട്ടി അത് തന്നെ. അല്ല, പൊക്കിക്കോ.